ക്രൂശിനെ കുറിച്ച് പലപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന ഒരു വിഷയം അതൊരു വലിയ വിഷയമാണ്. അത് ഒരു പ്രസംഗത്തിലോ രണ്ട് പ്രസംഗത്തിലോ ഒന്നും തീരുന്ന ഒരു വിഷയമല്ല. അതെ, എങ്ങനെയായാലും എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയം തന്നെ പ്രസംഗിക്കണമെങ്കിൽ നമുക്കൊരു 6-7 പ്രസംഗമെങ്കിലും പറഞ്ഞാലേ അതെ തീരത്തുള്ളൂ. അതല്ല, ക്രൂശ് എന്താന്ന് തന്നെ പറയാൻ അതിനെക്കുറിച്ച് 7 മൊഴികളുണ്ട്. 7 മൊഴികളുണ്ട് ക്രൂശിലെ. ആ 7 മൊഴികളാണ് ക്രൂശ് എന്താണെന്നുള്ളതിൻ്റെ തെളിവ്. അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഞാൻ ഉദാഹരണത്തിന് പറയാം. അതിൽ ഒരു മൊഴി ഇങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാഴികയാൽ ഇവരോട് ക്ഷമിക്കണം. ക്ഷമയാണ് ക്രൂശ്. ക്ഷമയുടെ ഒരറ്റം പോലും ഇല്ലാത്ത ഒത്തിരി ക്രിസ്ത്യാനികൾ ക്രൂശിനെ വന്ദിക്കുന്നുണ്ട്, ക്രൂശിനെ കഴുത്തിൽ കെട്ടിയിടുന്നുണ്ട്, ക്രൂശിനെ വീട്ടിലൊക്കെ അലങ്കരിച്ചു വെക്കുന്നുണ്ട്, ക്രൂശിനെ ദേവാലയത്തിലുണ്ട്. തൊട്ടടുത്തുള്ള ഒരു വിശ്വാസിയോട് പോലും ക്ഷമിക്കാൻ ഇവർക്കൊട്ടും മനസ്സും ഇല്ല. പരസ്പരം വീട്ടിൽ പോലും തമ്മിൽ പോലും ക്ഷമിക്കത്തില്ല. ക്രൂശ് എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ പാപത്തെ മുഴുവനും ഏറ്റെടുത്ത് കർത്താവ് ക്ഷമിക്കുന്നതാണ് ക്രൂശ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ ക്രൂശിനെ മാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ക്രൂശ് ക്ഷമയില്ലാത്തവരതിനെ ബഹുമാനിക്കരുത്, അതിനെ ആദരിക്കാൻ പോകരുത്. കാരണം അതിനെ നിന്ദിക്കുന്ന പരിപാടിയാണത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രൂശ് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. യേശു അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് കേട്ടോ. അപ്പൊ സമയം കിട്ടുമ്പോൾ ക്രൂശിലെ മൊഴികൾ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ആ 7 മൊഴികൾ ചിന്തിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് പഠിക്കാൻ പറ്റും. ക്രൂശിലെ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന, ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാഴികയാൽ ഇവരോട് ക്ഷമിക്കണം. ആ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശു ക്രൂശിൽ കിടക്കുക. തല ഇടത്തോട്ട് തിരിക്കാൻ യേശുവിന് പറ്റത്തില്ല, വലത്തോട്ട് തിരിക്കാൻ വലുതായിട്ട് പറ്റത്തില്ല, കീഴോട്ട് നോക്കാൻ യേശുവിനെ വലുതായിട്ട് പറ്റുകയില്ല. സ്തോത്രം. തലയില് മുൾക്കിരീടം അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇടത്ത് നിൽക്കുന്നവരും വലത്ത് നിൽക്കുന്നവരും എല്ലാം യേശുവിനെ കുറിച്ച് അട്ടഹസിക്കുക, ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് അവരവിടെ കിടന്ന് അലറി വിളിക്കുക. റോമൻ ശതാധിപനെ യേശുവിന്റെ മാർത്ത് കുന്ത കൊണ്ടൊക്കെ കുത്തുന്നുണ്ട്. സ്തോത്രം. യേശു നേരെ നോക്കി നിന്നട്ടഹസിക്കുക. സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിനെ നോക്കിക്കൊണ്ട് ക്രൂശിക്ക എന്ന് അലറി അട്ടഹസിക്കുമ്പോൾ യേശു തെക്കും വടക്കും നേരെ നോക്കിയിട്ട് തന്നെ ക്രൂശിക്കാൻ പറഞ്ഞ് അലറുന്ന ജനത്തിന് വേണ്ടി ആ ക്രൂശിൽ കിടന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്: ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാഴികയാൽ ഇവരോട്. നമുക്ക് പറ്റുമോ നമ്മളെ കൊല്ലുക, നീ നശിച്ചു പോകട്ടെ, നീ മുടിഞ്ഞു പോകട്ടെ, നീ ഒരിക്കലും ഭൂമിയിൽ ഇല്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാകുന്നവർക്ക് വേണ്ടി, മുടിഞ്ഞു പോട്ടെന്ന് പറയുന്നവർക്ക് വേണ്ടി, നമ്മെ കൊല്ലുക എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ് യേശുവിന്റെ പ്രാർത്ഥന. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന യേശുവിൻ പ്രാർത്ഥന നമ്മളുടെ വ്യത്യാസം അതാണ്. സ്തോത്രം. ആ പ്രാർത്ഥന ആര് പ്രത്യേകിച്ച് കേട്ടു? 2 പേരത് പ്രത്യേകം കേട്ടു. ആരാ കേട്ടത്? ഇടത്തും വലത്തും കിടക്കുന്ന 2 കള്ളന്മാർ. ബാക്കിയുള്ളവരെല്ലാം ദൂരെയാ. അതിലെ ഒരു കള്ളൻ ഈ പ്രാർത്ഥന കേട്ടു. നിങ്ങൾ ഈ കള്ളന്മാരെ കുറിച്ച് ബൈബിളിൽ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. എന്നാന്ന് ചോദിച്ചാൽ അതിലൊരു പദം, ഈ 2 കള്ളന്മാരെ കുറിച്ചും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കള്ളന്മാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പണിയിൽ ഒന്നിട്ട് 2 പേരുടെ പണി കള്ളത്തരവാ. സ്തോത്രം. പിന്നെ അതിലൊരു കള്ളൻ പറഞ്ഞു കേട്ടോ, നമ്മൾ
ശിക്ഷാവിധിക്ക് യോഗ്യൻ, എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്തുനിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? ഈ പറഞ്ഞതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയത്, ഈ കള്ളന്മാര് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുക. നമ്മൾ ഐക്യത കണ്ടോ? സ്തോത്രം. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഇവര് രണ്ടു കൂട്ടരും കള്ളന്മാരാ. അപ്പൊ തൊഴിൽ കൊണ്ടും ജോലി കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഇവർ ഒന്നിച്ചായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതിലൊരു കള്ളന്റെ സ്വഭാവം മാറി. ഉടനെ അവൻ പറയുകയാണ്, നീയും ഞാനും. അതുവരെ അങ്ങനെയല്ല അവൻ പറഞ്ഞത്. നീയും ഞാനും ആമേ സമശിക്ഷാവിധിക്ക് യോഗ്യര, എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തില്ല. സ്തോത്രം. നീയും ഞാനും. അവിടെ വെച്ച് അവർ രണ്ടുപേരും രണ്ടാകുകയാണ്. ജനിച്ചപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിച്ച് വളർന്നവരും ജീവിച്ചവരും ഒന്നിച്ച് പ്രവർത്തിച്ചവരുമെല്ലാം ഈ ക്രൂശിൽ വെച്ച് യേശുവിൻ്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ അതിലൊരുത്തൻ തിരിഞ്ഞു. ഒരുത്തന്റെ മനസ്സിന് മാറ്റം ഉണ്ടായി. അവൻ പറയാണ്, നീയും ഞാനും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട്. കാൽവറിയിലെ ക്രൂശാണ് ലോകത്തിലെ മനുഷ്യനെ രണ്ടായി തിരിക്കുന്നത്. മനസ്സിലായോ? ആ ക്രൂശിൽ വരുന്നത് വരെ ഇവർ ഒന്നായിരുന്നു. ആ ക്രൂശിൽ കിടന്ന് യേശുവിന്റെ അടുക്കൽ ഈ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ ആ കള്ളന്റെ സ്വഭാവം മാറി. സ്തോത്രം. എന്താ കാര്യം? ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെ? ഇവനെ കൊല്ലാൻ പറഞ്ഞ് അട്ടഹസിക്കുന്നവർക്ക് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുന്നു. ഇവന്റെ വിലാപ്പുറം കുത്തി തുളച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. ചാട്ടവാറുകൊണ്ട് അടിച്ച് അവന്റെ പുറമെല്ലാം കീറിയവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആ ഒരു കള്ളന് മനസ്സിലായി, ഇവൻ മനുഷ്യനല്ല. മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കള്ളൻ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഒരു വലിയ മാറ്റം വന്നു. അത് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ക്രൂശിന്റെ മുകളിലായിട്ട് 3 ഭാഷകളിൽ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞു എന്ന് എഴുതാൻ പീലാത്തോസിനോട് യഹൂദന്മാര് പറഞ്ഞു, ഇവനെ കളിയാക്കി എഴുതാൻ. പക്ഷെ പീലാത്തോസ് എഴുതിയത് നേരെ തിരിച്ചാണ്. യഹൂദന്മാരുടെ രാജാവായി എന്നിവൻ പറഞ്ഞെന്നല്ല, ഇവൻ രാജാവെന്നാണ് പുള്ളി എഴുതിയത്. സ്തോത്രം പറഞ്ഞ് അവസാനം ഇവർ എന്ന് കംപ്ലൈന്റ് പറഞ്ഞ്, രാജാവേ, ഞങ്ങൾ ഇങ്ങനെ ക്രൂശിന്റെ മുകളിൽ എഴുതി വെക്കാനല്ല പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞത് ഇവൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് അവൻ പറഞ്ഞെന്നാണ്, അങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. ഉടനെ പീലാത്തോസ് പറഞ്ഞു, എഴുതിയതാണ്, ഞാൻ ഇനി അത് മാറ്റത്തില്ല. സ്തോത്രം. നിത്യതയിൽ കർത്താവ് എഴുതി വെച്ചതാണ്, അവൻ രാജാതിരാജാവ്. അതിനെ തിരുത്താൻ ഇനിയും ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. യഹൂദന്മാരുടെ പുരോഹിതന്മാരും അവരുടെ നേതാക്കന്മാരുമെല്ലാം പീലാത്തോസിനോട് അപേക്ഷിച്ചു, അതൊന്ന് തിരുത്തണം. പീലാത്തോസ് പറഞ്ഞില്ല, ഇനി അത് തിരുത്താൻ പാടില്ല, നേരത്തെ അത് എഴുതുന്നതിന് മുമ്പേ നിങ്ങൾ പറയണമായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതവിടെ നിൽക്കട്ടെ, നമ്മൾ വരികയാണ്. മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ ആരംഭത്തിൽ വായിക്കുന്നത്. 32-ാം അധ്യായത്തിന്റെ 7 തൊട്ടുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. അത് തന്നെ നമുക്ക് തുടരാം. ബാക്കി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. 27-32 തൊട്ടുള്ള വാക്യത്തിലേക്ക് നമുക്ക് പോകാം. വേഗം വായിച്ചാട്ടെ. പോകുമ്പോൾ ശിമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലങ്ങിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശുവെന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ക്രൂശ് ക്രിസ്ത്യാനികളുടെ ഒരു പുണ്യാക ചിഹ്നമായത് AD 300 ശേഷമാണ് കേട്ടോ. അതിനു മുമ്പ് ക്രൂശിന് എന്ത് ചെയ്തിരുന്നില്ല? ക്രിസ്ത്യാനികൾക്ക് ക്രൂശ് എന്ന് പറയുന്ന
ഒരു നാമമോ ഒരു ലേബലോ ഇങ്ങനെ ഒരു പുണ്യാകമായ ഒരു വസ്തുവായി ക്രൂശിനെ ഇല്ലായിരുന്നു. അതിനു മുമ്പ് അവർക്ക് മീനിന്റെ ചിത്രങ്ങളായിരുന്നു, മത്സ്യത്തിന്റെ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളൊക്കെ ആയിരുന്നു അതിനു മുമ്പ് അവര് പള്ളിയുടെ ഭിത്തിയിലും വീട്ടിലും എല്ലാം വെച്ചിരുന്നത്. AD 300 ശേഷം ഈ കോൺസ്റ്റന്റ് ചക്രവർത്തി വന്നതിന് ശേഷമാണ് അവർക്ക് ക്രൂശിനെ അവരുടെ ചിഹ്നമായിട്ട് കൊടുത്തത് കേട്ടോ. ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ചിഹ്നമല്ല, അത് പേർഷ്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പേർഷ്യൻ ഗവൺമെന്റ് യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം പിടിച്ചെടുത്തപ്പോൾ കുറ്റവാളികളെ ക്രൂശിക്കുന്ന കൊലമരമായിട്ട് അവര് കൊണ്ടുവന്നതാണ് ക്രൂശ്. ക്രൂശയിലാണ് അവര് ക്രൂശിക്കുക, സ്തോത്രം, ക്രൂശിച്ചു കൊല്ലുകയാണ്. അതിനുശേഷം പ്രൈസ് ദി ലോർഡ് ഈ പേർഷ്യൻ ഗവൺമെന്റ് മാറി ഈ യെരുശലേം റോമാക്കാര് പിടിച്ചെടുത്തു. റോമാക്കാര് പിടിച്ചെടുത്തപ്പോഴാണ് അവർ ഈ ക്രൂശിനെ എന്ത് ചെയ്തത്? യേശുവിന്റെ ചിഹ്നമാക്കി മാറ്റിയത്. സ്വത്രം പറഞ്ഞ് അതുവരെ ക്രൂശ് എന്ന് പറയുന്നത് കുറ്റവാളിയായ കൊലപാതകിയെയും ദുഷ്ടനെയും വ്യഭിചാരിയൊക്കെ ക്രൂശിച്ച് കൊല്ലുന്ന കൊലമരമായിട്ട് പേർഷ്യൻ ഗവൺമെന്റ് ഉപയോഗിച്ചതാണ് ക്രൂശ് കേട്ടല്ലോ. അതിനുശേഷം ഇപ്പോൾ AD 300 ശേഷം അതിനെ ഒരു ക്രിസ്തു മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട എല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. ഇനി നമ്മുടെ വേദപുസ്തകം ക്രൂശിനെ എങ്ങനെ കാണുന്നു? നമ്മുടെ ബൈബിള് ക്രൂശിനെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മുടെ ബൈബിള് ക്രൂശിനെ കുറിച്ച് പറയുന്നത് ഞാൻ ക്രൂശിലല്ല, ക്രൂശിന്റെ വചനത്തിൽ അത്രേ പ്രശംസിക്കുന്നു. കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രൂശിലല്ല, ക്രൂശിന്റെ വചനം. അതുകൊണ്ട് ക്രൂശിനെയല്ല, ക്രൂശിൽ നടന്ന ഓരോ സംഭവങ്ങളുടെയും പുറകിലുള്ള ദൈവവചനത്തെയാണ് നമ്മൾ മാനിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അല്ലാതെ നമ്മൾ വെറും ഒരു തടിക്കുരിശിനെ മാനിക്കുന്നവരല്ല. സ്തോത്രം. ആ ക്രൂശിൽ കൂടെ എന്താണ് നടന്നത്, അതാ ഞാൻ ഓരോന്നും പറഞ്ഞത്. ക്രൂശിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതിയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഒരു കുറ്റവാളിയായി അവർ പിടിച്ചു. സ്തോത്രം. ഇല്ലേ, റോമാക്കാരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ കുറ്റവാളിയായി പിടിച്ചു. പല കോടതിയിലൊക്കെ കയറ്റി, 5 കോടതി കയറ്റി. 5 കോടതിയൊന്നും പ്രസംഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം 4 പ്രാവശ്യം പീലാത്തോസ് യേശുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്തോത്രം. 4 പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട്, 4 പ്രാവശ്യവും രക്ഷിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പൊ അതൊക്കെ വലിയ ചിന്തകളാ. അതുകൊണ്ട് ഞാൻ അങ്ങ് വിടുകയാണ് കേട്ടോ. അതിനുശേഷം ഈ പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ വാതിക്കൽ കൊണ്ടുവന്ന് യേശുവിനെ ഇങ്ങനെ നിർത്തിയപ്പോൾ ഇവർക്ക് യേശുവിനെ അറിയത്തില്ല. കാരണം അങ്ങോട്ട് കൊണ്ടുപോയ യേശു അല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുപോയ യേശുവിനെ 33.5 വയസ്സ് പ്രായമേ ഉള്ളൂ, നല്ല സുന്ദരനായിരുന്നു, യോഗ്യനാണ്, പ്രൈസ് ദി ലോർഡ്, വളരെ ആകർഷിക്കപ്പെടുന്ന വ്യക്തിയാണ്. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ വിരൂപമാണ്. തലയിൽ എന്തുണ്ട്? 72 മുള്ളുകൾ അടിച്ചിറക്കിയ ഒരു കിരീടം പോലെ തലയിലുണ്ട്. മുഖത്തെ രോമം മുഴുവനും പറിച്ചെടുത്തിട്ടുണ്ട്. മുഖത്തെല്ലാം അവർ തുപ്പി വെച്ചിട്ടുണ്ട്. ഈ ശരീരത്തിന്റെ ഫ്രണ്ടും ബാക്കും എല്ലാം അവരടിച്ച് കീറി, ഈ മുൾക്കൊളുത്തുകൊണ്ടാണ് അടിക്കുന്നത്. ചാട്ടവാറിന്റെ കുതിരയുടെ ചാട്ടവാറ് കൊണ്ടുണ്ടാക്കിയ മുൾക്കൊളുത്ത്, അതിന്റെ പേരാണ് ബൈബിളിൽ ചമ്മട്ടി എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ചമ്മട്ടി കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് അത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അത്രയും ഭാഗത്തെ മാംസവിന്റെ ഇളകിപ്പോരും, വീണ്ടും അടിക്കും. അങ്ങനെ അടിച്ചടിച്ച് യേശുവിന്റെ പുറമെല്ലാം കീറി രക്തം ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുക. ഒരു പഴുന്തുണി കഷണം യേശുവിനെ ഉടുപ്പിച്ചിട്ടുണ്ട്. തലയിൽ ഈ മുൾക്കിരീടം അടിച്ചിട്ടുണ്ട്. മുഖത്തെ രോമങ്ങളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. യേശുവിന് നേരെ നിൽക്കാൻ കഴിയാതെ പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ആ സ്ഥലത്തിന്റെ പേര് കൽത്തളവെന്നാണ്. അവിടെ നിന്നാണ്
കാൽവറിയിലേക്ക് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. കാൽവറിയിലേക്ക് യേശുവിനെ ക്രൂശിക്കാനായി പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ വാതിക്കൽ നിന്നും ഒരു വിലാപയാത്ര തുടങ്ങുകയാണ്. 10,000 ലക്ഷക്കണക്കിന് യഹൂദന്മാര് യേശുവിന്റെ ക്രൂശ് മരണം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി, യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഈ വിലാപയാത്രയിൽ ഇങ്ങനെ പോകുകയാണ്. ആമേൻ. ഇതങ്ങ് കാൽവറിയോളം യാത്ര ചെയ്യണം. സ്തോത്രം. ഈ കൊട്ടാരത്തിന്റെ അടുത്തു നിന്നും അനേകം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് യേശു ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഏതാണ്ട് മിലിറ്ററി അല്ലെങ്കിൽ റോമൻ പട്ടാളക്കാരുടെ ചുറ്റുപാടിൽ, അവരുടെ നേതാക്കന്മാരുടെ ചുറ്റുപാടിൽ ആ റോഡിലൂടെ യേശുവിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചത്. ഇനി അതിന് 32-ാമത്തെ വാക്യം വായിക്കാം. അവർ പോകുമ്പോൾ ശീമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ അങ്ങനെ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുക. ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ റോമൻ ശതാധിപൻ മനസ്സിനൊരു വെപ്രാളമുണ്ട്. എന്താണെന്നറിയാമോ? ഇദ്ദേഹം നോക്കുമ്പോൾ യേശു ഈ ക്രൂശ് എടുക്കാൻ കഴിയുന്നില്ല. ക്രൂശ് എടുക്കുന്ന യേശു നിലത്ത് വീഴുക. അപ്പൊ ഇദ്ദേഹത്തിന് പേടിയായി. കാരണം വഴിയിലെങ്ങാനും വീണ് ഇദ്ദേഹം ചത്തുപോയെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന് ക്രൂശിച്ചു കൊന്നില്ലെങ്കിൽ യഹൂദന്മാരെന്ത് ചെയ്യും? റോമാക്കാർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കും. യഹൂദന്മാരെല്ലാരും യേശുവിനെ ക്രൂശിച്ചു കൊല്ലാൻ പോവുക. വഴിയിലെങ്ങാനും വീണ് മരിച്ചു പോയാൽ അത് നടക്കത്തില്ല, കോടതി വിധി നിറവേറുകയില്ല. അപ്പോൾ റോമൻ ശതാധിപന് ഒരു പേടിയായി. അദ്ദേഹം എങ്ങനെയെങ്കിലും യേശുവിനെ കാൽവറി വരെ ഒന്ന് എത്തിക്കാൻ, ഒന്ന് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ റോമാക്കാരുണ്ട്. അവര് ക്രൂശെ തൊടുകയില്ല. റോമാക്കാർക്ക് ക്രൂശ് ഒരു നിന്ദയാണ്. അവർക്കതൊരു അപമാനമാണ്. അവർക്കതൊരു പരിഹാസമാണ്. അവരന്ന് യഹൂദ രാജ്യം ഭരിക്കുന്നവരാ. അതുകൊണ്ട് അവരോട് ക്രൂശ് വെക്കാൻ പറയാൻ പറ്റില്ല. ഇന്ന് റോമൻ കത്തോലിക്കരുടെ പള്ളിയിൽ എത്ര ഉണ്ട് ക്രൂശ്? അവരുടെ വീട്ടിൽ എത്ര ക്രൂശുണ്ട്? സ്തോത്രം. അവരെത്ര ക്രൂശും തൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കൽ യേശുവിന്റെ ക്രൂശിനെ കാർക്കിച്ചു തുപ്പിയവരാണവർ. യേശുവിന്റെ ക്രൂശിന്റെ നേരെ പോലും നോക്കാതെ യേശു ക്രൂശ് എടുത്ത് പോയപ്പോൾ ആ വിലാപയാത്രയിൽ യേശുവിന്റെ ക്രൂശിനെ തള്ളിക്കളഞ്ഞവരാണ്. അവർ യേശുവിന്റെ ക്രൂശിനെ നിന്ദിച്ചവരാണ്. അവരാരും യേശുവിന്റെ ക്രൂശിന്റെ ഒരറ്റം ചുമക്കാൻ മുൻപോട്ട് വന്നില്ല. റോമൻ ശതാധിപൻ എല്ലാവരെയും നോക്കി, ഒരു റോമാക്കാരനും വരാൻ തയ്യാറല്ല. പിന്നെ പോട്ട് യഹൂദന്മാരൊട്ടും വരികയല്ല. കൊല്ലാൻ കൊണ്ടുപോവാണ് അവര്. പിന്നെ റോമൻ ശതാധിപൻ നോക്കിയപ്പോൾ അവിടെ ഉള്ളവര് ഗ്രീക്കുകാരാ. ഗ്രീക്കുകാരൊട്ടും വരില്ല. കാരണം അവര് വലിയ ജ്ഞാനികളാണ്, അവര് വലിയ പണ്ഡിതന്മാരാ. അവർക്ക് ക്രൂശ് എന്ന് പറയുന്നത് വെറും പുച്ഛമാണ്. പിന്നെന്ത് ചെയ്യും? അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആ വായിച്ച വാക്യം കേട്ടോ, 32-ാമത്തെ വാക്യത്തിൽ കുറേനക്കാരനായ ശീമോൻ വരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരാശ്വാസമായി. ഈ ക്രൂശ് എടുപ്പിക്കാൻ ഒരാളെ കിട്ടി. റോമാക്കാരോട് ശതാധിപന് പറയാൻ പറ്റത്തില്ല. പിന്നെ യഹൂദന്മാരോട് ശതാധിപന് പറയാൻ പറ്റുകയില്ല. ഗ്രീക്കുകാരോട് ശതാധിപന് പറയാൻ പറ്റത്തില്ല. ശതാധിപൻ ഓടിച്ചെന്നിട്ട് കുറേനക്കാരനായ ശീമോന്റെ അടുക്ക ചെന്നിട്ട് ആ തോളിലേക്ക് തന്റെ കുന്തം വെച്ചിട്ട് പറഞ്ഞു, സ്നേഹിത, ആ മനുഷ്യനെ നീ ഒന്ന് സഹായിക്കണം. നീ കണ്ടോ, അവൻ നിലത്ത് വീഴുകയാണ്. ക്രൂശ് ചുമക്കാൻ യേശുവിന് കഴിയുന്നില്ല. യേശു 14 സ്ഥലങ്ങളിൽ വീണെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ റോമൻ ശതാധിപൻ ഈ കുറേനക്കാരന്റെ മുമ്പിൽ ചെന്ന് യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ അവനെ നിർബന്ധിക്കുകയാണ്. സ്തോത്രം. വളരെയധികം നിർബന്ധിച്ചപ്പോൾ റോമൻ ശതാധിപൻ എന്ത് തീരുമാനിച്ചു? എന്റെ ഉദ്ദേശം മാറ്റുക, എന്റെ ലക്ഷ്യം മാറ്റുക, എന്റെ പദ്ധതി മാറ്റുക. അദ്ദേഹം ക്രൂശ് എടുക്കാൻ വന്നയാളല്ല. സ്തോത്രം. അദ്ദേഹം യെരുശലേമിലേക്ക് പോകാൻ വന്നയാളാ. പക്ഷെ അദ്ദേഹം എല്ലാം മാറ്റിവെച്ചിട്ട് ആ ക്രൂശിലേക്ക് തന്റെ തോള് കൊടുത്തു. ഒരല്ലേലിയ പറഞ്ഞേ. ജീവിതത്തിൽ ലോകത്തിൽ ആദ്യമായി യേശുവിന്റെ ക്രൂശിൽ തൊട്ടത് കുറേനക്കാരനായ ശീമോനാണ്.
ആമേൻ. കുറേനക്കാരനാണ് തൊടുന്നത്. അമ്മ ഹല്ലേലൂയ. ഇവിടുത്തെ ക്രിസ്ത്യാനി അല്ലത് തൊട്ടത്, ഇവിടുത്തെ റോമാക്കാരല്ലത് തൊട്ടത്, ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയല്ല. ആമേ, വെറും ആഫ്രിക്കയുടെ ഒരു ഭാഗമായ ലിബിയയുടെ ഒരു കോണിൽ താമസിക്കുന്ന ഒരു കുറേനക്കാരനായ ഷീമോൻ എന്ന ഒരു കറുത്ത മനുഷ്യനാണ് യേശുവിന്റെ ക്രൂശിൽ തൊട്ടത്. ഇവരല്ലേലിയ പറഞ്ഞേ, ഇവിടുത്തെ റോമാക്കാരതിനെ തള്ളിക്കളഞ്ഞപ്പോൾ, ഗ്രീക്കുകാരതിനെ തള്ളിക്കളഞ്ഞപ്പോൾ, യഹൂദന്മാരതിനെ തള്ളിക്കളഞ്ഞപ്പോൾ, ആ പാവം മനുഷ്യൻ ആ ക്രൂശിലേക്ക് യേശുവിന്റെ തോള് കൊടുത്തു. ലോകത്തിൽ ആരും അറിഞ്ഞില്ല ആ ക്രൂശ് പാപത്തിന്റെ വിടുതലിന്റെ ക്രൂശായിരുന്നു. ആ ക്രൂശ് രക്ഷയുടെ ക്രൂശായിരുന്നു. ആ ക്രൂശ് മനുഷ്യനെ നിത്യജീവനിൽ എത്തിക്കുന്ന മാർഗമായിരുന്നു. അത് ആ ക്രൂശ് യേശുവിനെയും ദൈവത്തെയും തമ്മില് കൂട്ടിമുട്ടിക്കുന്ന മാർഗമായിരുന്നു. റോമൻ ശതാധിപന് ആ വിലയേറിയ ശുശ്രൂഷ ചെയ്യുവാൻ ആ വലിയ ക്രൂശിന്റെ ഒരറ്റം ചുമക്കാൻ ആ മനുഷ്യൻ തയ്യാറായി. സ്തോത്രം. ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യേശുവിന്റെ ക്രൂശിന്റെ വാമേൽ ഒരു അറ്റം റോമാക്കാരൻ ചുമക്കാൻ തയ്യാറായതുപോലെ ഈ രാത്രിയിൽ കർത്താവേ, ഞാനും ആ ക്രൂശിന്റെ വേലയുടെ, ആ ക്രൂശിന്റെ ശുശ്രൂഷയുടെ, ആ ക്രൂശിലൂടെ നീ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ വേലയ്ക്ക് വേണ്ടി എന്നെയും സമർപ്പിക്കുന്നു എന്ന് എത്ര പേര് തയ്യാറാകുന്നു? ഹല്ലേലൂയ പറഞ്ഞേ. ഇത് തന്നെ ഒരു സബ്ജക്റ്റാ. ഇത് തന്നെ നമുക്ക് പ്രസംഗിച്ച് തീർക്കാൻ ഈ രാത്രി സമയമില്ല. ഇതിനകത്ത് ഇനി 3 കാര്യമുണ്ട്. 1, ക്രൂശ് ചുമന്നതിന്റെ ഫലമുണ്ട്. 2, ഇദ്ദേഹം എന്തുകൊണ്ട് ക്രൂശ് ചുമന്നുണ്ട്. സ്തോത്രം. പ്രസംഗിക്കാതെ അതിന്റെ കാര്യം പറയാം. ഇദ്ദേഹം എന്തുകൊണ്ട് ക്രൂശ് ചുമന്നു? അത് ആ 32ാമത്തെ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. അവർ പോകുമ്പോൾ ഷീമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് അവൻ ചുമന്നത്. കണ്ടോ, അടി വരയിട്ടെ. അവൻ ഒരിക്കലും ക്രൂശ് എടുക്കാൻ വന്നയാളല്ല, പക്ഷെ അവനെ നിർബന്ധിച്ചു. പരിശുദ്ധാത്മാവ്, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, എന്നെ ആത്മാവ് നിർബന്ധിക്കുന്നു, എന്നെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. ഈ രാത്രിയിൽ നിന്നെയും നിർബന്ധിക്കുന്നു. യേശുവിന്റെ ക്രൂശിന്റെ ഒരറ്റം ഏറ്റെടുത്തതുപോലെ ആ വേലയുടെ ഒരറ്റമെങ്കിലും ഏറ്റെടുത്ത് മുന്നോട്ട് നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിന്നെയും നിർബന്ധിക്കുന്നു. ദൈവാത്മാവിന്റെ നിർബന്ധമാണ് ആ ക്രൂശിലേക്ക് ആ മനുഷ്യൻ പോകുന്നത്. അടുത്ത 3ാമത്തത്, ആ മനുഷ്യൻ ക്രൂശ് ചുമന്നതിന്റെ ഫലമാണ്. അത് മാത്രമേ ഉള്ളൂ. അത് പ്രസംഗിക്കുകയല്ല, അത് പറഞ്ഞു വിടുക. എന്നാലേ 2ാമത്തെ പോയിന്റ് വരാൻ നിൽക്കത്തുള്ളൂ. അതിന്റെ ഫലം ഞാൻ പ്രത്യേകം പറഞ്ഞു വിടുന്നു. മർക്കോസ് 15:21, റോമാലേഖനം 16:23. ഈ 2 വാക്യത്തിൽ ഇതിന്റെ ഫലം കിടപ്പുണ്ട്. വേഗം നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 16:23, മർക്കോസ് 15:21. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. 2 മക്കളെ പേര് കേട്ടോ. ഒരാളുടെ പേര് അലക്സാണ്ടർ, ഒരാളുടെ പേര് രൂഫോസ്. ഇനി 16:13 പോയാട്ടെ. റോമാലേഖനം. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്തി. കേട്ടോ, 2 ആമക്കളുണ്ട്. ഒരുത്തന്റെ പേര് രൂഫോസ്, മൂത്തവൻ. 2ാമത്തവന്റെ പേര് അലക്സാണ്ടർ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തിലേക്ക് വരുമ്പോൾ രൂഫോസ് ഗവർണറായിരുന്നു. ചരിത്രം പഠിക്കുമ്പോൾ റോമൻ ചരിത്രത്തിൽ ഞാൻ പഠിച്ച ആളാണ്. അദ്ദേഹം ഗവർണറായിരുന്നു. 2ാമത്തെ മകനെ കുറിച്ചാണ് അവിടെ എഴുതിയത്. ഇവിടെ റോമാലേഖനത്തിൽ വായിക്കുന്നത്, അവൻ കർത്താവിൽ പ്രസിദ്ധനായി മാറി. അവൻ വലിയ വ്യക്തിയായി മാറി. അടുത്തത് ആ ലൈനിൽ തന്നെ വായിച്ചു, അവന്റെ അമ്മയ്ക്ക് എൻ്റെ കുറേനക്കാരിയായ ഒരമ്മച്ചിയുടെ ചുരുണ്ട മുടിയും കറുത്ത മുഖമൊക്കെ നിങ്ങൾക്ക് നോക്കി
പൗലോസ് അവിടെ ചെന്നിട്ട് പറയുക, എന്റെ അമ്മച്ചി ഹല്ലേലൂയ പറഞ്ഞ്. പൗലോസൊക്കെ ആരാ നിങ്ങൾക്കറിയാമോ? ഇസ്രായേലിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് പൗലോസ്. ആ പൗലോസിനെ പോലെയുള്ള ഉന്നതന്മാരായ ദൈവദാസന്മാര് പറയുകയാണ്, ഞങ്ങളുടെ അമ്മച്ചി ഹല്ലേലൂയ പറഞ്ഞ്. അങ്ങനെ ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു മാതാവായി അദ്ദേഹത്തിന്റെ ഭാര്യ മാറി. അദ്ദേഹത്തിന്റെ മകൻ കർത്താവിൽ പ്രസിദ്ധനായി മാറി. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ രൂഫോസ് അവൻ ചരിത്രത്തിൽ ഗവർണറായി മാറി. അതുകൊണ്ട് ഈ രാത്രി ഞാൻ പറയുന്നു, റോമാക്കാരൻ ക്രൂശ് ചുമന്നതുകൊണ്ട് അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, യേശുവിന്റെ ക്രൂശിന്റെ വേലയുടെ ഒരറ്റം ഏറ്റെടുത്ത് ദൈവദാസന്മാരോടുകൂടെ ഈ വേല ചുമക്കുവാൻ, ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഈ രാത്രി സമർപ്പിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്താൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് ഈ ക്രൂശ് നിങ്ങളുടെ തലമുറയെ ഉയർത്തും. ഈ ക്രൂശ് നിങ്ങളുടെ തലമുറയെ ഉയർത്തും. എത്ര പേര് തീരുമാനിക്കുന്നു, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേല ക്രൂശിന്റെ വേലയാ, അത് ഏറ്റെടുത്താൽ നമ്മുടെ തലമുറയെ ദൈവം മാനിക്കും. ഇടയ്ക്കുള്ളത് വിടുക കേട്ടോ. ഇടയ്ക്കുള്ളത് യേശുവിനെ ക്രൂശിൽ കൊണ്ട് അവിടെ ക്രൂശിച്ചു. അവളെ ശീമോന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. 32 തൊട്ട് വായിക്കുന്നത്, ഒരു കൂട്ടം പട്ടാളക്കാരെന്തുണ്ട്, ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. അവർ വസ്ത്രം എന്ത് ചെയ്യുക, പങ്കിട്ട് എടുക്കുകയാണ്. പിന്നെ അവനെ പരിഹസിക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴത്തെ റോഡിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നവരുണ്ട്. അവരിങ്ങനെ തലമുക്കി നോക്കി യേശുവിനെ എന്ത് ചെയ്യുന്നു, പരിഹസിക്കുകയാണ്. ക്രൂശികളെ കിടക്കുന്ന 2 കള്ളന്മാരുണ്ട്. സ്തോത്രം. ഇനിയിപ്പം പിന്നെ സഹോദരിമാരുണ്ട് ക്രൂശിന്റെ ചുവട്ടില്. പിന്നെ ശിഷ്യന്മാരുണ്ട് ക്രൂശിന്റെ ചുവട്ടില്. പിന്നെ രഹസ്യ ശിഷ്യന്മാരുണ്ട് ക്രൂശിന്റെ ചുവട്ടില്. ജീവിതത്തിൽ ഒരിക്കലും പുറത്തു വരാതിരുന്ന ചില രഹസ്യമായ ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. അവര് ക്രൂശിന്റെ ചുവട്ടിൽ വന്നു. അതിലൊരാളായിരുന്നു ജോസഫായ മന്ത്രി, മറ്റൊരാളായിരുന്നു നിക്കോദിമോസ്. ഇവരാരും വെട്ടത്ത് വരികയില്ല. ആരും ഇല്ലാത്ത സമയത്ത് യേശുവിൻ്റെ അടുക്കൽ വരത്തുള്ളൂ. പക്ഷെ ഇവരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പൊ ഇവരെ കുറിച്ചെല്ലാം നമുക്ക് ചിന്തിക്കണം. ഞാൻ അതുകൊണ്ട് എല്ലാം ചിന്തിക്കുന്നുണ്ട്. ചിലതൊക്കെ വിട്ടിട്ട് നമുക്കെല്ലാം പറയാൻ സമയമില്ല. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം, സമയമില്ലാത്തതുകൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. 19-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം, സ്തോത്രം, 19-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 25, 27. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തെ മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങളെ? ദൂരെ നിന്ന് ഒരു കൂട്ടം സ്ത്രീകൾ യേശുവിനെ പിൻഗമിച്ചു. ഒരു ദൂരേന്ന് വരികയാ. ഏതാണ്ട് ഈ യാത്ര തുടങ്ങുന്ന സ്ഥലത്തു നിന്ന് ഈ സ്ത്രീകള് യേശുവിനെ പിൻഗമിച്ചു. അവർ യേശുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. അവർ യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്നവരായിരുന്നു. അവര് ദൂരെ നിന്ന് ഇങ്ങനെ വരിക. മുന്നോട്ട് വരും തോറും അത് കുറഞ്ഞു കേട്ടോ. അത് കുറഞ്ഞു ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ അത് 3ആയി. തുടക്കം ഇത്തിരി പേരെ കൊണ്ടായിരുന്നു. ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ അത് 3 പേരായി. ആ 3 പേരും വളരെ പ്രസക്തിയുള്ളവരാണ്. അതിൽ യേശുവിൻ്റെ അമ്മ, ഇതുപോലെ തന്നെ ശിഷ്യന്മാരെ. യേശുവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ ആരുമില്ലായിരുന്നു. എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി.
ബൈബിൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സുവിശേഷം എടുത്ത് വായിക്കണം. വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയതാണ്. എല്ലാവരും പോയി. പക്ഷെ മുന്നോട്ട് ഓടിയെങ്കിലും കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേന് യോഹന്നാന് ഓടാൻ പറ്റുന്നില്ല. പുള്ളി നേരെ പുറകോട്ട് എന്ത് ചെയ്ത്, പുറകോട്ട് ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്നു. ആ പദം നിങ്ങൾ കണ്ടോ? യേശു സ്നേഹിച്ച ശിഷ്യൻ. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? യേശുവിനെ സ്നേഹിച്ചെന്നല്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ. സ്തോത്രം. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞു. ഒരു വട്ടം പത്രോസ് പ്രാഗി. അങ്ങനെ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്ത് നിന്ന പത്രോസ് യേശുവിനെ പ്രാഗി തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയി. ആ കൂട്ടത്തിൽ അന്ത്രയോസും ഓടി കേട്ടോ. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി. യോഹന്നാനും ആ കൂട്ടത്തിൽ ഓടിയെങ്കിലും പുള്ളി തിരിച്ചു വന്നു. ഇതിൽ നിന്ന് ഒരു സത്യം നമ്മൾ പഠിച്ചു. ദൈവ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് എന്തല്ല കഷ്ടതയിൽ അകന്നു പോകാൻ കഴിയില്ല. ഓടിപ്പോയെങ്കിലും യേശു ഒരു കഷ്ടതയിൽ വന്നപ്പോൾ, യേശു വേദനയുടെ അവസ്ഥയിൽ വന്നപ്പോൾ, യേശു ക്രൂശിൽ കിടന്ന് നൊമ്പരം അനുഭവിക്കുന്ന അവസ്ഥ വന്നപ്പോൾ യോഹന്നാൻ ഓടിപ്പോകാൻ മനസ്സ് വന്നില്ല. യോഹന്നാൻ ഓടി യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വന്നു നിന്നു. എന്റെ ഗുരുനാഥൻ വേദനിക്കുമ്പോൾ, അദ്ദേഹം മരണവേദന അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആശ്വാസമായി ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്നു നിൽക്കുവാൻ യോഹന്നാൻ എന്ന ശിഷ്യൻ തയ്യാറായി. കാരണം ദൈവ സ്നേഹമാണ് അതിന്റെ പുറകിലുള്ളത്. ഈ രാത്രി ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. യേശുവിന്റെ ശരീരം ക്രൂശിൽ വേദനിക്കുമ്പോൾ, യേശുവിന്റെ ശരീരം ക്രൂശിൽ കിടന്ന് മരണവേദനയും മരണത്തിൻ്റെതായിരിക്കുന്ന അസ്വസ്ഥതകളും അനുഭവിക്കുമ്പോഴും, യേശുവിന്റെ ശവശരീരം അല്ലെങ്കിൽ യേശു ക്രൂശിൽ കിടന്ന് നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ ശീമോൻ ആ ക്രൂശിനോട് ചേർന്ന് നിൽക്കാൻ യോഹന്നാന് കഴിഞ്ഞു. സ്തോത്രം. രണ്ടാമത്തെ ചോദ്യം, യേശുവിന്റെ ശരീരമാണ് ദൈവസഭ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ദൈവസഭയുടെ കഷ്ടതയിൽ, ദൈവസഭയുടെ വേദനയിൽ, ദൈവസഭയുടെ ഭാരത്തിൽ, ദൈവസഭ നിന്ദയിൽ കൂടെ പോകുമ്പോൾ, അത് പരിഹാസത്തിൽ കൂടെ പോകുമ്പോൾ, അത് വേദനയിൽ കൂടെ പോകുമ്പോൾ, അത് ഞെരുക്കത്തിൽ കൂടെ പോകുമ്പോൾ യോഹന്നാൻ ചേർന്ന് നിന്നതുപോലെ ദൈവസഭയോട് ചേർന്ന് ഒരാശ്വാസമായി നിൽക്കുവാൻ, ദൈവസഭയ്ക്കൊരു സമാധാനമായിരിക്കുവാൻ, ദൈവസഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കുവാൻ എന്റെ പ്രിയ സുഹൃത്തെ, നിനക്കതിന് കഴിയുമോ? അതോ നീയും ദൂരേക്ക് ഓടിപ്പോകുമോ? യേശുവിന്റെ ശവശരീരം അല്ലെങ്കിൽ യേശുവിന്റെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യഹൂദന്മാരെല്ലാം അതിനെ കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ, റോമാക്കാരതിനെ തള്ളിക്കളയുമ്പോൾ, സകലരും അതിനെ പരിഹസിക്കുമ്പോൾ യോഹന്നാൻ യേശുവിന്റെ ശരീരത്തിന്റെ അടുത്തു വന്ന് തന്റെ ഗുരുവിനെ നോക്കി നിൽക്കുകയാണ്. അവിടെ വായിച്ചു കേട്ടോ, തന്റെ ശിഷ്യനായിരിക്കും അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ ക്രൂശിന്റെ ചവിട്ടി നിൽക്കുന്നത് യേശു കണ്ടു. വേദനയുടെ നടുവിൽ വരാൻ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ദൈവമക്കളെ, 12 കൊട്ട അപ്പം എല്ലാരും വീട്ടിൽ കൊണ്ടുപോയില്ലേ? എല്ലാവർക്കും കർത്താവ് സൗഖ്യം കൊടുത്തില്ലേ? പത്രോസിന് എത്ര വട്ടം മീൻ കൊടുത്തു? ആദ്യത്തെ വട്ടം ബോട്ട് മുങ്ങുന്നവരെ കൊടുത്തില്ലേ? പിന്നെ 153 കൊടുത്തില്ലേ? ഈ ക്രൂശിന്റെ ചവിട്ടിൽ ഒരു 10 മിനിറ്റ് യേശുവിന് ആശ്വാസമായി നിൽക്കാനുണ്ടായിരുന്നോ? ഹല്ലേലൂയ പറഞ്ഞ് ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യേശു പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കാശല്ല, നമ്മുടെ പണമല്ല, നമ്മുടെ വസ്തുവകകളല്ല. കഷ്ടതയിലും പ്രയാസങ്ങളിലും വേദനകളിലും യോഹന്നാൻ ചേർന്ന് നിന്ന പോലെ, യേശുവിന്റെ അമ്മ ചേർന്ന് നിന്നതുപോലെ, ദൈവസഭയുടെ നൊമ്പരങ്ങളിൽ വേദനകളില് ദൈവമക്കളെ, നിങ്ങൾക്ക് ചേർന്ന് നിന്ന് ദൈവസഭയെ സ്നേഹിക്കാൻ കഴിയുമോ? അതോ എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു,
ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഇനി എല്ലാവരും കൂടെ കൂട്ടമായി പ്രാർത്ഥിച്ചു. ഇനി എല്ലാവരും കൈകീർത്തി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥന കുറ്റം പറഞ്ഞതല്ല. എല്ലാ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, യേശുവിന്റെ കഷ്ടതയിലും നമ്മളും ചേർന്ന് നിൽക്കണം. അപ്പോൾ ക്രൂശു ചുമന്ന ശീമോൻ, പിന്നെ യേശുവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാൻ. സ്തോത്രം. പോകരുത്. അതിനടുത്ത വാക്യം കൂടെ ഒക്കെ വായിച്ചു നോക്കണം. ആമേ. പിന്നെ സഹോദരിമാരുടെ കൂട്ടത്തില് എല്ലാരെയും പറയാൻ നമുക്ക് സമയമില്ല. യേശുവിൻ്റെ അമ്മ ആ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. സ്തോത്രം. ഇവരെ ആ കാലഘട്ടത്തിലെ 3 പ്രവശ്യകളാണ്. ഒന്ന് ശമരിയ ലാസ്റ്റാണ് കിടക്കുന്നത്. ശമരിയ സെൻട്രലാണ് കിടക്കുന്നത്. ശമരിയ സെൻട്രലില്ല. പ്രൈസ് ദി ലോർഡ്. ഗലീല, ശമരിയ, യെരുശലേം ഇങ്ങനെയാ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗലീലയിലാണ് യേശുവിൻ്റെ വീട്. ഈ ഗലീല എന്ന് പറയുന്ന ഈ പ്രവശ്യ കടക്കണമെങ്കിൽ ശമരിയയിൽ കടന്നിട്ട് ശമരിയ യെരുശലേമിൽ വരണം. അപ്പൊ 2 സംസ്ഥാനം തിരുപ്പുറത്താണ്. യേശുവിന് അവിടെ നിന്ന് പോരുമ്പോൾ യേശുവിനോട് കൂടെ ഒറ്റ മനുഷ്യരില്ല. എന്നാൽ യേശുവിന് സഹോദരന്മാരൊക്കെ ഉണ്ട്. ആരുമില്ല. അമ്മ ഈ ഗലീലയിൽ നിന്ന് ഈ ശമരിയയും കടന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ പിടിച്ചെന്നറിഞ്ഞപ്പോൾ യഹൂദന്മാർ യേശുവിനെ പിടിച്ചെന്നും യേശുവിനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ അവിടെ കിടന്ന തള്ള എവിടെയാ? 1000 മൈലുകൾക്കപ്പുറത്ത് കിടക്കുക. അവരവിടെ നിന്ന് ഓടി വിഷമിച്ച് വേദന സഹിച്ച് യെരുശലേമിൽ വന്നു. യെരുശലേമിൽ വന്ന് അപ്പൊ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ജോസഫ് മരിച്ചുപോയെന്നാണ്. തള്ള മാത്രമേ ഉള്ളൂ. ജോസഫ് മരിച്ചുപോയി. ജോസഫ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജോസഫും വരും. കാരണം ജോസഫിൻ്റെ കല്യാണം മുടങ്ങിപ്പോയതാണ്. അത് നടക്കാനുള്ള കാരണം ദൈവദൂതനാണ്. രാത്രി ദൈവദൂതൻ ചെന്ന് പറഞ്ഞു, നീ അവളെ ചേർത്ത് കൊള്ളേണം, അവിടെ ഉള്ളിൽ സാക്ഷാൽ ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ദൈവമാണെന്നുള്ളത് ആർക്കറിയാം? ജോസഫ്. അപ്പം ജോസഫ് മരിച്ചു. തള്ള വന്നു. ഇതിൽ നിങ്ങൾ എന്ത് പഠിച്ചു? ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് തള്ളയുടെ സ്നേഹം അത് കൊടുക്കവാകലല്ല. തൻ്റെ സ്വന്തം മകന് ഒരാപത്ത് വന്നപ്പോൾ, ഒരനർത്ഥം വന്നപ്പോൾ അനേകം മൈലുകൾക്കപ്പുറത്ത് കിടന്ന തള്ള ഒരു റോമാ ഗവൺമെന്റിനെയും പേടിക്കാതെ, ഒരു യഹൂദന്മാരെയും പേടിക്കാതെ തൻ്റെ മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി യെരുശലേമോളം വന്ന് ആ വേദനയുടെ നടുവിൽ ചേർന്ന് നിന്ന്, ആ മരണ വേദനയുടെ നടുവിലും ആ കഷ്ടതയുടെ നടുവിലും ചേർന്ന് ആ ക്രൂശിന്റെ ചവിട്ടി നിൽക്കാൻ കഴിഞ്ഞു. ദൈവമക്കളെ, ഇതാണ് സ്നേഹം. നമ്മുടെ മക്കളുടെ വേദനയിലും കഷ്ടതയിലും അവർക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഹല്ലേലൂയ പറഞ്ഞ് ചില തള്ളമാർക്ക് അങ്ങനെയല്ല, കാശ് കിട്ടുന്നിടത്തോട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മക്കളെ സ്നേഹിക്കുന്നതിന് കാശിന് കണക്ക് വെച്ചുള്ളൂ. മൂത്ത മോൻ എത്രയുണ്ട് അതനുസരിച്ചാണ് തള്ളയുടെ. യേശുവിൻ്റെ അമ്മ 1000 മൈലുകൾക്ക് അപ്പുറത്തുള്ളത് യേശുവിനെ തേടി വന്നത് വരുമാനം തോന്നിയാണോ? ഇവരെന്തേലും കിട്ടുമെന്ന് ഓർത്താണോ? പണത്തിൻ്റെ വെളിച്ചത്തിലല്ല സഹോദര സ്നേഹങ്ങൾ, മക്കളോടുള്ള സ്നേഹങ്ങൾ, കുടുംബ സ്നേഹങ്ങൾ. പലരും കുടുംബത്തിലെ സ്നേഹമൊക്കെ പണത്തിൽ അളന്നു വെച്ചിട്ടാ എത്ര രൂപ വരുമാനമുണ്ടെന്നൊക്കെ നോക്കിയാണ് തീരുമാനിക്കുന്നത്. മാനുഷികമായി ഒരിക്കലും അങ്ങനല്ല. രണ്ടാമത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ യേശു 3.5 വർഷമായിട്ട് യഹൂദന്മാർ യേശുവിനെ എതിർത്തുകൊണ്ടിരിക്കുക. കാണുന്നോടത്തൊക്കെ വെച്ച് യേശുവിനെ ഉപദ്രവിക്കാറുണ്ട്. യേശുവിൻ്റെ കൂട്ടരെ അവർ കൊല്ലാറുണ്ട്. യേശുവിനെ അവർ ഉപദ്രവിക്കാറുണ്ട്. 3.5 വർഷമായി യേശു ശക്തമായി ഇവരെ എതിർത്ത്
കൊണ്ടിരിക്കുക. ആര് പറഞ്ഞിട്ടും യേശു എന്ത് ചെയ്യല, നിൽക്കത്തില്ല. അതുകൊണ്ട് ഇനി അവനെ പറഞ്ഞ് ഞാൻ നന്നാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ അങ്ങനെ അങ്ങ് പൊക്കോട്ടെന്നും പറഞ്ഞ് ആ തള്ളിക്കളഞ്ഞോ. അങ്ങനെ ചില അമ്മമാരുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ പിടി കിട്ടില്ല, എന്തായാലും അവനങ്ങ് പോയി പിടിച്ചോട്ടെ, ഇത് നമുക്ക് അവനെ തിരിഞ്ഞ്. അതും സ്നേഹമല്ല കേട്ടോ. സ്വത്രം പറഞ്ഞ് അവരങ്ങനെ തള്ളിക്കളഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് 3.5 വർഷമായി, ഞങ്ങൾ ആരും പറഞ്ഞാൽ അവൻ കേൾക്കത്തിൽ, അവൻ ഇവരുടെ പുറകെ നടക്കാൻ, എന്നാ മേടിച്ചു കെട്ടിക്കോട്ടെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവമക്കളെ, ഒരനർത്ഥം വരുമ്പോൾ, ഒരപകടം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ കണക്കെഴുതി തള്ളരുത് നിങ്ങളെ. ഹല്ലേലൂയ പറഞ്ഞ്. കൂടെ ചേർക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം കേട്ടോ. ഇപ്പൊ അത്രയും പറഞ്ഞ് അത് നമ്മുടെ കാര്യം, അത് ഞാനങ്ങ് വിടുകയാ. അങ്ങനെ യേശുവിന്റെ അമ്മ ആ ക്രൂശിന്റെ ചുവട്ടിൽ യേശുവിന്റെ ഒരു ആശ്വാസമായി നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശുവിന്റെ ശരീരം വേദനിക്കുമ്പോൾ, യേശുവിന്റെ ശരീരം മരണവേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, യേശുവിന് ഒരു ആശ്വാസമായി ആ വേദനയിലെ യേശുവിന് ഒരു അല്പമെങ്കിലും ഒരു സന്തോഷം, അല്പമെങ്കിലും ഒരു ആശ്വാസം, അല്പമെങ്കിലും ഒരു സമാധാനം ലഭിക്കട്ടെ എന്നോർത്ത് യേശുവിന് സമാധാനം കൊടുക്കാൻ ആ മാതാവ് ചേർന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, യേശുവിന്റെ ശരീരമാണ് സഭ. സഭ വേദനിക്കുമ്പോൾ, സഭ നിന്ദിക്കപ്പെടുമ്പോൾ, സഭ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, സഭയും സഭയിലെ ദൈവമക്കളും പരിഹാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ലോകം അവരെ നിന്ദയിലൂടെ കടന്നു പോകുമ്പോൾ, യേശുവിന്റെ അമ്മ ചേർന്ന് നിന്നതുപോലെ ദൈവസഭയ്ക്ക് ഒരാശ്വാസമായി ചേർന്ന് കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആമേൻ. പ്രൈസ് സ്തോത്രം പറഞ്ഞാട്ട്. ദൈവസഭ നിന്നയിലൂടെ പോകുമ്പോൾ, ദൈവസഭ കഷ്ടത്തിലൂടെ പോകുമ്പോൾ, ദൈവസഭ പ്രയാസത്തിലൂടെ പോയപ്പോൾ, ദൈവസഭ വേദനയിലൂടെ പോകുമ്പോൾ, യോഹന്നാന്റെ അമ്മയും യേശുവിന്റെ അമ്മയും എല്ലാം ആ വേദനയുടെ നടുവില് ആശ്വാസമായിട്ട് ആ ക്രൂശിനോട് ചേർന്ന് നിൽക്കുവാൻ അവരും വന്നിരുന്നു. അവരാരും പണം നോക്കി വന്നവരല്ല, അവരാരും സ്ഥാനം നോക്കി വന്നവരല്ല, അവരാരും പദവി നോക്കി വന്നവരല്ല. അവർക്കറിയാം ഒന്നും കിട്ടാനില്ല. പിന്നെ അവരെന്തിനു വന്നതാ? തന്റെ കുഞ്ഞുങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി. എനിക്ക് അതാ ചോദിക്കാനുള്ളത്, ദൈവസഭയുടെ വേദനയിൽ ആശ്വാസത്തിന് വേണ്ടി വരാൻ കാണുമോ? ദൈവസഭയുടെ ദുഃഖത്തിന് വേദനിക്കുമ്പോൾ അതിനാശ്വാസത്തിന് വേണ്ടി വരാൻ നമ്മൾ കാണുമോ? എത്ര പേര് അതിന് തയ്യാറാകും? ഈ രാത്രി ഒരിക്കൽ കൂടെ ദൈവ വൈദ്യനെ നിങ്ങളെ ജീവിതത്തിലെ സമയങ്ങളും മുഴുവനും ഇതിന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവേ, നിന്റെ സഭയുടെ വേദനകളിൽ, നിന്റെ സഭയുടെ ആശ്വാസത്തിന്, നിന്റെ സഭ നിന്ദിക്കപ്പെടുമ്പോൾ, നിന്റെ സഭ നൊമ്പരം അനുഭവിക്കപ്പെടുമ്പോൾ, കർത്താവേ, എന്റെ സമയത്തില് 1 മണിക്കൂറെങ്കിലും എന്റെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ അവരോടുകൂടെ ചേർന്ന് നിൽക്കുമെന്ന് ഈ രാത്രിയിൽ തീരുമാനിക്കാമോ? നമ്മളെല്ലാം യേശുവിന്റെ കാൽവരിയിലേക്കുള്ള വിലാപ യാത്രയും ക്രൂശുമരണവും എല്ലാം ബൈബിളിലൂടെ വായിക്കുന്നുണ്ടല്ലോ. വായിച്ചാൽ പോരാ, അതിന്റെ പുറയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അറിയാം. യോഹന്നാന്റെ അമ്മയ്ക്ക് എന്തോ സുഖാ, എന്തിനായി പുറകെ ഇവിടെ വന്നേ? അവർക്ക് വല്ലതും കിട്ടുമോ? അവരെ യഹൂദന്മാർ എതിർക്കും, പുറത്തോട്ട് ചെല്ലുമ്പോൾ അതിന്റെ കൂലി വേറെ കിട്ടും. സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾ വേദനിക്കുമ്പോൾ അവർക്ക് ലോകമല്ല വലുത്, അവർക്ക് യഹൂദ മതമല്ല വലുത്. സ്തോത്രം. അവർക്ക് റോമ ഗവൺമെന്റ് അല്ല വലുത്. ആരെതിർത്താലും യേശുവിന്റെ വേദനയിൽ അവർ മുന്നോട്ടിറങ്ങും. ദൈവമക്കളെ, ലോകം എന്തും പറയട്ടെ, നമുക്ക് ലോകം വലുതല്ല, നമുക്ക് ലോകത്തിലെ നിയമങ്ങളൊന്നും വലുതല്ല. അതുകൊണ്ട് ആ നിയമത്തെ ഖണ്ഡിക്കാൻ ഞാൻ പറയുന്നില്ല, അത് തെറ്റാണ്. എന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നിയമം പറഞ്ഞാലും യേശുവിന്റെ വേദനയിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും. സ്തോത്രം. ഇപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സ്ത്രീകൾ. അതിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ അമ്മ, യേശുവിന്റെ അമ്മ.
വേറൊരു പുള്ളിയുടെ അതിന്റെ പുറയിലുണ്ട്. മഗ്ദലക്കാരി അറിയുമെന്ന് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ എനിക്കത് പറയാൻ നേരമില്ല. കാരണം അദ്ദേഹത്തിന് ഈ ക്രൂശിന്റെ ചവിട്ടിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാന്നറിയാവോ? 8 ഭൂതം കൂടി നടന്നവളാണ് അവളെ. സ്തോത്രം. അവളെ എന്ത് ചെയ്തു? 8 ഭൂതം കൂടി നടന്നിട്ട് യഹൂദന്മാര് മൊത്തം അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ നോക്കി. ആമേ, പ്രൈസ് ദി ലോർഡ്. അവളെ എന്ത് ചെയ്തു? പരിഹസിച്ചു, നിന്ദിച്ച്, വ്യഭിചാരി എന്നൊക്കെ വിളിച്ച് ലോകത്തിലിട്ട് വട്ട് തട്ടിയതാ. എന്നാൽ യേശുവാണ് അവിടെ 8 ഭൂതത്തെയും ഇറക്കി വിട്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം കൊടുത്തു. ആ നന്ദി അവക്ക് ഈ ക്രൂശിൽ വരാതിരിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, മരണത്തിന്റെ അറ്റത്തോളം എത്തിയ പലരിതിരിപ്പുണ്ട്. ആമേ, ലോകത്തിൽ ആരും മാനിക്കാതെ വണ്ണം നിന്നയായവരിപ്പുണ്ട്, പരിഹസിക്കപ്പെട്ടവരിപ്പുണ്ട്, എന്നേക്കുമായി നിന്ദിക്കപ്പെട്ടു പോകേണ്ടവരിപ്പുണ്ട്. ആ നിന്നയിൽ നിന്ന് വെളിയിലെടുത്ത യേശുവിന്റെ അടുക്കൽ 1 മണിക്കൂർ ആശ്വാസത്തിൽ നിൽക്കാൻ മേലെ. സ്തോത്രം. ആ മരണത്തിൽ നിന്ന് നമ്മളെ വിടിച്ചില്ലേ? അതുകൊണ്ടാണ് മഗ്ദലക്കാരി മറിയം വന്ന് നിൽക്കുന്നത്. അവളെ രക്ഷിപ്പാൻ അവിടെ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. അവളെ രക്ഷിപ്പാൻ അവിടെ സ്വന്തക്കാർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവളെ രക്ഷിപ്പാൻ അന്നത്തെ മതത്തിനോ പുരോഹിതന്മാർക്കോ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ യേശു അവിടെ ഭൂതത്തെ പുറത്താക്കി അവളെ പുറത്തെടുത്തു. അതുകൊണ്ട് അവൾ തീരുമാനിച്ചു, ആരെതിർത്താലും എന്തെല്ലാം വന്നാലും ഞാൻ എൻ്റെ ക്രൂശിന്റെ അടുക്കൽ, എൻ്റെ യേശുവിന്റെ അടുക്കൽ പോകും. ഈ രാത്രി നിനക്ക് ആ തീരുമാനമുണ്ടോ? എന്നെ മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞപ്പോൾ, എന്നെ ചുറ്റുപാടുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ, ഞങ്ങളുടെ സഭക്കാരെ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, ഞങ്ങളുടെ നാട്ടുകാരെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ, എന്നിൽ വ്യാപരിച്ച പൈശാചിക കെട്ടഴിച്ച് എന്നെ വെളിയിലെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കുടുംബവും കുടുംബജീവിതവും തന്ന എൻ്റെ യേശുവിനെ എനിക്ക് മറക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ സ്ത്രീയും യേശുവിന്റെ ക്രൂശിന്റെ ചോട്ടിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ളവരെ കുറിച്ച് അടുത്ത വെള്ളിയാഴ്ചത്തെ ആരാധനയെ നമുക്ക് ചിന്തിക്കാം. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കേട്ട വചനത്തിന്റെ മുൻപിലെ 1-2 നിമിഷങ്ങളെ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ സമർപ്പിക്കാം. എല്ലാവരും കണ്ണടച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ആരും വെളിയിലേക്ക് പോകരുത്. എല്ലാവരും കണ്ണടക്കണം. ഓക്കെ, ഇങ്ങോട്ട് കയറി നിൽക്കാം. പുറകൊണ്ടൊരു സൗകര്യം ഇങ്ങോട്ട് കയറി നിൽക്കാം. ഇങ്ങോട്ട് കയറി നിൽക്കാം. വാ, ഇങ്ങോട്ട് കയറി നിൽക്കാം. എല്ലാ കണ്ണുകളും പടച്ചേ. യേശുവേ, ബോധമില്ലാത്ത ആരാധന ഇതിനകത്ത് പറ്റത്തില്ല കേട്ടോ. പൂർവ്വം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ഇറക്കണ്ട കേട്ടോ.